ട്രൂമൻ ബെർബാക്ക് എന്ന നായകനിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. സാക്ഷാൽ ജിം ക്യാരിയാണ് ട്രൂമൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ട്രൂമൻ ജനിച്ചത് മുതലേ ഒരു ഐലൻഡിലാണ് താമസിക്കുന്നത്. അയാൾ ഇതുവരെ ആ ഐലൻഡ് വിട്ട് പുറത്തു പോയിട്ടില്ല. സാക്ഷാൽ ബിഗ് ബോസ് ഹൗസ് എങ്ങനെയാണോ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഐലൻഡും. അതായത് ഐലൻഡിന് ചുറ്റും ട്രൂമാനെ നിരീക്ഷിക്കാനായി 5000-ൽ പരം ക്യാമറകളുണ്ട്. അതിലൂടെ ട്രൂമാൻ്റെ ഓരോ കാര്യങ്ങളും ലോകത്തിനു മുന്നിലേക്ക് ലൈവായി സ്ട്രീം ചെയ്യുന്നു. ട്രൂമാൻ ജനിച്ചപ്പോൾ മുതൽ അയാൾ ഈ റിയാലിറ്റി ഷോയുടെ ഭാഗമാണ്. എന്നാൽ അയാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. ഒരാളുടെ പച്ചയായ ജീവിതമാണല്ലോ ലോകത്തിനു മുന്നിൽ ലൈവായി സ്ട്രീം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിലൂടെ പല ഇമോഷൻസും കടന്നു പോകുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുന്നു ട്രൂമാൻ. അതിനുവേണ്ടി അയാൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം സംസാരിക്കുന്നു. ട്രൂമാനെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ണാടി മാത്രമായിരുന്നു. എന്നാൽ ശരിക്കും അത് ഒരു ക്യാമറയായിരുന്നു. വീട്ടിലെ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ട്രൂമാൻ്റെ ഓരോ നീക്കവും ആളുകളിലേക്ക് എത്തുന്നു. ട്രൂമാൻ ഷോ തുടങ്ങിയിട്ട് ഇന്നേക്ക് 10909 ദിവസമാണ്. അതായത് ഷോ തുടങ്ങിയിട്ട് ഏതാണ്ട് 29 വർഷമായിരിക്കുന്നു. എന്നത്തേം പോലെ ജോലിക്ക് പോകാനായി അയാൾ പുറത്തിറങ്ങുന്നു. പുറത്തു വെച്ച് അയൽക്കാരെ കണ്ട അയാൾ അവർക്ക് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. അതോടൊപ്പം ഇന്നിനി അയൽക്കാരെ കാണാൻ സാധിച്ചില്ലെങ്കിൽ എന്ന് കരുതി ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എല്ലാം മുൻകൂറായി വിഷ് ചെയ്യുന്നു അയാൾ. എല്ലാ ദിവസത്തെയും പതിവ് പോലെ അയൽവാസിയുടെ ഡോഗ് ട്രൂമാൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഡോഗിനെ പൊതുവെ ട്രൂമാന് താല്പര്യമില്ലായിരുന്നു. കഷ്ടപ്പെട്ട ഡോഗിനെ അകറ്റാൻ ട്രൂമാൻ ശ്രമിക്കുന്നു. ഉടൻ തന്നെ ഡോഗിൻ്റെ ഉടമസ്ഥൻ അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ ഉടമസ്ഥൻ്റെ കയ്യിലുള്ള വേസ്റ്റ് ബിന്നിലും ഒരു ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ക്യാമറയെല്ലാം ട്രൂമാനെ നിരീക്ഷിക്കാൻ വേണ്ടി ഘടിപ്പിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ട്രൂമാൻ കാറിൽ കയറി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് എന്തോ താഴേക്ക് വീഴുന്നു. ട്രൂമാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതൊരു സ്റ്റുഡിയോ ലൈറ്റ് ആയിരുന്നു. ഐലൻഡ് തന്നെ ഒരു സ്റ്റുഡിയോ ആണല്ലോ, അതുകൊണ്ട് തന്നെ എന്തോ ഒരു അബദ്ധത്തിൽ താഴേക്ക് വീണതാണ് ആ ലൈറ്റ്. എന്നാൽ അതെന്താണെന്ന് ട്രൂമാന് മനസ്സിലാകുന്നില്ല. തുടർന്ന് അയാൾ കാറിലൂടെ ഓഫീസിലേക്ക് പോകുന്നു. കാറിൽ വെച്ച് ലൈറ്റ് താഴെ വീണതിനെപ്പറ്റി ഒരു ന്യൂസും കേൾക്കുന്നുണ്ട്. അതായത് ഐലൻഡിന് മുകളിലൂടെ പോയ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഒരു സാധനം താഴേക്ക് വീണുവെന്നും അതുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല എന്നും ന്യൂസിൽ പറയുന്നു. ട്രൂമാന് സംശയമൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ന്യൂസിലൂടെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ട്രൂമാൻ കാണുന്ന കാര്യങ്ങളൊന്നും റിയലായിട്ടുള്ള കാര്യങ്ങളല്ല. ചുറ്റുപാടുമുള്ള ആളുകളും ട്രൂമാന് കിട്ടുന്ന വിവരങ്ങളുമെല്ലാം ഫേക്കാണ്. എല്ലാം റിയാലിറ്റി ഷോയിലെ ഡയറക്ടറുടെ പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത്. 24 മണിക്കൂറും റൺ ചെയ്യുന്ന ഷോ ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ പണമുണ്ടാക്കാനായി കുറേ കാര്യങ്ങൾ അണിയറ പ്രവർത്തകർ ഷോയിൽ ചെയ്യുന്നുണ്ട്. കുറേ സാധനങ്ങളുടെ പരസ്യങ്ങളെല്ലാം നമുക്ക് ഈ ഷോയിൽ കാണാൻ സാധിക്കും. ജനിച്ചപ്പോൾ മുതൽ ഐലൻഡിൽ താമസിക്കുന്ന ട്രൂമാന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ഫിജി ഐലൻഡിലേക്ക്. എന്നാൽ അണിയറ പ്രവർത്തകർ ഇതെല്ലാം കാണുന്നത് കൊണ്ട് തന്നെ അവർ ഇത് പല കാരണങ്ങൾ കൊണ്ട് മുടക്കുന്നു. എല്ലാ ദിവസവും പല മാഗസീനുകൾ വാങ്ങുന്ന സ്വഭാവം ട്രൂമാനുണ്ടായിരുന്നു. മാഗസീനുള്ളിലെ പെൺകുട്ടികളുടെ കണ്ണുകൾ അയാൾ കീറി സൂക്ഷിക്കുന്നുണ്ട്. ട്രൂമാന് തൻ്റെ ജോലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ജോലി സംബന്ധമായുള്ള ആവശ്യങ്ങൾക്ക് പല സ്ഥലത്തും പോകാൻ മാനേജർ ട്രൂമാനോട് ആവശ്യപ്പെടുന്നു, പ്രത്യേകിച്ച് ഹാർബർ ഐലൻഡിൽ. അവിടേക്ക് പോകാൻ ട്രൂമാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്തെന്ന് വെച്ചാൽ ട്രൂമാന് വെള്ളം ഭയങ്കര ഭയമായിരുന്നു.